back to another video of Free Fire. നേരെ വീഡിയോയിലൊക്കെ കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് കൂടെ ചെയ്തേക്കുക ഗൈസ്. നമ്മുടെ ഇന്നത്തെ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ അടിച്ച പൊട്ടുക ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും ഗൈസ്. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഗൈസ് 1000 ആണ്. സബ്സ്ക്രൈബ് ഗൈസ്. എന്താണ് റീച്ചിങ്? നമ്മളെല്ലാ വീഡിയോയിലും റീച്ചിങ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു നിങ്ങൾ തരുന്നു ഗൈസ്. വാട്ട് ദ പ്രോബ്ലം? ഓസ് നമ്മുടെ ഒരു കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഇറങ്ങുക, BR കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ആയിരുന്നില്ല. നമ്മൾ ആയിരുന്ന BR ഓ ഗൈസ് അവൻ ക്യാൻസലാക്കി. അത് പിടിച്ച് അവൻ ഇറങ്ങിപ്പോട്ടെ. ഓ ഗൈസ് അവൻ ചിലപ്പോൾ വന്നിട്ടുണ്ട് BR കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓ അവനും വേണ്ടെന്ന് പറഞ്ഞാൽ ഹീറോയ്ക്കിൻ്റെ ഇതാ സീന്. പിടിച്ച് ക്യാൻസലാക്കി. ഓ ഗൈസ് പാൻറ് മാറ്റിയുണ്ട. സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ആരംഭം, പിന്നെ 2 ഓറിയോ ഞാനാണ്. ഇതിൻ്റെ 2 നോക്കിയാൽ മതി. ഗൈസ് നമ്മളോടുള്ള എല്ലാവരും പ്രോ പ്ലെയറാണ് ഗൈസ്. എന്തുകൊണ്ടാണ് ഈ സമന്മാർക്ക് കണ്ട ഗൈസ്? നമ്മളെ ഫ്രണ്ട്സാണ്, നമ്മളോട് കളിക്കാവുന്നവരാണ്. ഇതേ ഇവിടെ കാണിക്കുന്നത് ഹിന്ദിക്കാരനെ കണ്ടു ഗൈസ്. ഇവിടെ നിർത്തുന്ന ഹിന്ദിക്കാരൻ കുറേ പേരുണ്ട് ഗൈസ്. കുറേ മരുണ്ട് കേട്ടോ. സ്റ്റാർട്ട് അവന്മാരെ ഫോളോ ചെയ്ത് പോകുന്ന സാധാരണ ഫോളോ ചെയ്യുന്നു. അവന്മാരുടെ കൂടെയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളൊന്നും ചെയ്യേണ്ട ഗൈസ്, അവന്മാർ തന്നെ ഇറങ്ങിക്കോളും. ഗൈസ് അവന്മാർ ഇവിടെയാണ് ഇറങ്ങുന്നത്. അവിടെ ഗൈസ് ഇവന്മാരെപ്പോഴും ഇവിടെയാണ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. ഗൈസ് അവന്മാർ ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. ഇവന്മാരെന്തിനാണ് ഗൈസ് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടുണ്ടായി? ഓ ഗൈസ് ആദ്യം തന്നെ അടിച്ചിട്ടാ. ഇവന്മാര് കാരണമാണ് ഈ നമ്മളിങ്ങനെ. നമുക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചാൽ വേണ്ടിയാണ്. വേറെ തന്നെ ഓക്കെ സൗ സ്പെഷ്യൽ CS സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ഒരു ഫ്രീ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും
റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവൻ റൂം മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കളിക്കാം. ഫസ്റ്റ് തന്നെ റൂം മാച്ചും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓറിയോണ്ട് വേറും കിട്ടി. എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കോണും കാര്യങ്ങളൊക്കെ തിന്നാം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അധികം നേരം നമ്മൾ ഓടുമ്പോൾ നമുക്ക് ഇത് കിട്ടത്തില്ല ഗൈസ്. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഗൈസ്, അത് പോയുണ്ടോ കോൺ നമുക്ക് അടുത്ത ഗൈസ്. ഓറിയോൺ അങ്ങനെ ഓറിയോൺ. ചത്ത് നമ്മുടെ ബുള്ളറ്റ് റീലോഡ് ചെയ്യുന്ന സമയത്ത് ചത്തുപോയി ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനിയാണ് ഗൈസ് കളി. മേലുണ്ട് അത് ഞാൻ കണ്ട്. അവിടെ കണ്ട ഗൈസ് ഹയാട്ടോ ഡ്രസ്സ്. അവൻ ചാടി വരട്ടെ. അവിടെ ഉണ്ടാ ഹെഡടിച്ച് പൊട്ടിക്ക് സ്കൂളും കാര്യം ആ കുഴപ്പമില്ല. പക്ഷേ 2 റൗണ്ടല്ലേ. അതെന്താണ് ഇന്നലെ പുതിയ കാണാൻ അറിയത്തില്ല. ഓഡിയോ കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. നമുക്ക് പുതിയൊരു പോകുമ്പോൾ ഗൈസ് നമുക്ക് ഇത് മേടിക്കാം. ഓക്കെ കുഴപ്പമില്ല ഗൈസ്. 2 അല്ലേ, 2 റൗണ്ട് കുഴപ്പമില്ല. അതുപോലെ കളിക്കാം ഗൈസ്.
നമ്മൾ എത്തുക. ആ മുഹമ്മൂടി നമുക്കൊന്ന് നോക്കണം. മുഹമ്മൂടിയും കൂടെ മേടിക്കണം. ഈ പ്രാവശ്യം എന്തായാലും ഓടിക്കണം. അതിനൊക്കെ കൊടുത്താൽ കഴിക്കാറുണ്ടോ? പിന്നെ മീന് അതിനകത്ത് വെള്ളം കുറവുണ്ടോ? വെള്ളം ഒഴിക്കണം. അത് വെള്ളം ഒഴിക്കാനും മാറി അങ്ങനെ മാറ്റം വരും. ഓക്കെ ലൈക്കും കൊന്നോട്ടുണ്ട് ഗൈസ്. Nice. family building and the hospital and the student mostly respond to the family community.
കൊല്ലപ്പെടുന്നു സ്റ്റേജ് പോയ മൊത്തം കളിക്കും. സീരിയസും കാര്യങ്ങളും സ്റ്റാർ സ്കോറാണ്. നമുക്കൊരു ബിയർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പീക്കിൻ്റെ മണ്ടയ്ക്ക് ഇറങ്ങും ഗൈസ്. ഓ ഗൈസ്, ഈ സ്ഥലമാണ്. സ്റ്റാർട്ടായിട്ട് നമുക്ക് നേരെ അവിടെ ഇറങ്ങാം. 44 പേരാണ് കേസ് ഉള്ളത്. ചെറുതായിട്ടൊന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വീഡിയോ
നമുക്ക് അതിൻ്റെ പകുതി പിന്നെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. കറണ്ട് വന്നിട്ടുണ്ട് ഓക്കെ ഗൈസ്, കറണ്ട് വന്നു. കണ്ണൊന്നും വീണ്ട് ഗൈസ്. കറണ്ട് നെറ്റ് കിട്ടാം ഗൈസ്. കറണ്ട് വരും. അവന് പോയിട്ട് പിന്നെ ഒന്ന് കയറി നോക്കാം ഗൈസ്. ഗൈസ് ഒന്ന് മാറ്റി നോക്കിയിട്ട് പിന്നെ ഒന്നും കയറാം. എൻ്റെ ഒന്നും കൂടെ കയറാം. ഗൈസ് ഒന്നും കൂടെ കയറാം. വൈഫൈയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചത്ത് കാണാൻ സാധ്യതയുണ്ട്. ചത്തൊന്നും കാണത്തില്ല ഗൈസ്. നമ്മൾ മറ്റേതൊരു ഷെഡിൻ്റെ അവിടെ വെക്കുമല്ലോ, ചത്തൊന്നും കാണത്തില്ല. ചത്താന്നറിയാൻ പാടില്ല ഗൈസ്. ചത്തില്ലെങ്കിൽ ചത്ത് ഗൈസ്. ചത്ത കാരണമാണ് ഇങ്ങനെ വന്നത്. -ആയി കാണും. ആ സ്റ്റാർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പോയി ഗൈസ് പെട്ടെന്ന്. അതാണ് പീക്കിന് മണ്ടൊക്കെ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഡിയോമെട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓപ്പൺ ചെയ്തപ്പോൾ എന്താ പറയുക അറിയത്തില്ല. ഷെഡ് എന്താണ് സിയോ മോനെ ഫ്രണ്ടാണ്. ഓക്കെ നമുക്ക് ബേക്കിന് മണ്ടക്കിറങ്ങാൻ നേരെ പോകാം ഗൈസ്. പിന്നെ മണ്ടക്ക് 90% ആൾക്കാരും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ് നോട്ടിഫിക്കേഷൻ്റെ ബെല്ലിൻ്റെ അവിടെ ഒറ്റ അടി കൊടുക്കുക ഗൈസ്. പൊട്ടിത്തെറിച്ച് അല്ല ഗൈസ് ബെല്ലൈക്കണിട്ട് ഒറ്റ അടി കൊടുക്കുക ഗൈസ്. നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ് നമ്മൾ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. എനിമിയെല്ലാം വന്നു. ഓ ഗൈസ് അപ്പുറത്തായിട്ട് എനിമിയുണ്ട്. സാൻറ്റീന ഇവിടെ ഉണ്ട് ഗൈസ്. താഴത്തെ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എനിമിയുണ്ട് ഗൈസ്. കണ്ടു ഇവിടെ എന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്.
നേരെ അങ്ങോട്ട് ഇറങ്ങി ചാടാം. ഓ സൂപ്പർ. ചത്തിട്ട് നമുക്ക് നേരെ റിവൈവ് ആയി വരാം. ചിലപ്പോൾ ബുള്ളറ്റ് കുറവാണെങ്കിൽ പണി പാടില്ല. അത് വേറെ കാര്യം. ഇറങ്ങിയത് ഒരു പുലിയുടെ മടയിൽ. ആവശ്യത്തിന് ഉപയോഗിക്കണം. മെഡിക്കറ്റിരിക്കുകയാണ്. 13 ബുള്ളറ്റ്. മൈനസ് ആയിട്ടുണ്ട്. അങ്ങനെ വിജയപരമായി നമ്മൾ പ്ലാറ്റിനം പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വിജയകരമായി പ്ലാറ്റിനം 3 ആയിരുന്നു. സൗണ്ട് ഒന്ന് ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ഗൈസ് നമ്മളാ മറ്റേ അവൻ്റെ പേര് ഗൈസ് ഇന്നലെ നമ്മൾ ക്ലൈംബ് ചെയ്തവൻ. അവനില്ലേ ഗൈസ്, അവന് 22 വയസ്സാണ് ഗൈസ്. ഇപ്പം ഇവൻ വന്നവൻ. ഇവന് 22 വയസ്സാണ് വയസ്സുള്ളത്. ഓർമ്മ എത്ര വയസ്സാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇവനെയൊക്കെ ഇറക്കി വിട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ഗൈസ്. ഏകദേശം ഒരു ഫ്രീ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ ഗൈസ് ഒരു ഉച്ചാളി സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വീട്ടിൽ കുറഞ്ഞു 1000 രൂപയായി ഗൈസ്. സക്സസ്ഫുള്ളി ഒരു സ്പിൻ ചെയ്ത് ഇപ്പോൾ 0 rupees ആവും. 0 rupees. സീസണാണ്. Oh guys, ഇതിന് വെടിവെക്കുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ പേരിലാണ് ഉദ്ദേശം. ഓക്കെ 55 പേരാണ് സിംബിൾ. അന്നും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ബുള്ളറ്റ് ഈസ് കുറവാണ് ഗൈസ്. സ്നൈപ്പറാണ് സ്നൈപ്പറാണ്. ഓക്കെ സൂക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടി. വുഡ്പിക്കർ എടുക്കുക. ഇതിൻ്റെ അത് ബുള്ളറ്റ് കുറവാണ്. ഓക്കെ
നമുക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നേരെ ഇവിടുന്ന് ലൂട്ടും എല്ലാം എടുത്തിട്ട് നമുക്ക് ഓക്കെ ഗൈസ് ഇവിടുന്ന് ഹുക്ക് കിട്ടി. ഓക്കെ ഗൈസ് ബുള്ളറ്റൊക്കെ ഫുള്ളായി ഗൈസ്. പക്ഷെ നമ്മുടെ അത് കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ഈ മെഡിക്കറ്റ് ഇല്ല, അതൊന്നും കുഴപ്പമില്ല, വിഷയമേ ഇല്ല. ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് ആ വീടിൻ്റെ മേളിലോട്ട് പോയി ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല. മെഡിക്കറ്റ് സീറോ അല്ല ഗൈസ്, ഒരു മെഡിക്കറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 5-6 മെഡിക്കറ്റ് അടിക്കേണ്ടി വരുമെന്ന്. ഓക്കെ ഗൈസ് നമുക്ക് നേരെ പോകാം. ഹുക്ക് ഗണ്ണ് എടുക്കാം ഗൈസ്. ഹുക്ക് ഗണ്ണ് യൂസ് ചെയ്യില്ല. ഓക്കെ ഗൈസ് നമ്മൾ നേരെ പോയിട്ട് ഹുക്ക് ഗണ്ണ് എടുക്കാം ഗൈസ്. ഹുക്ക് ഗണ്ണ് എടുത്തിട്ട് നമുക്ക് നേരെ പോയിട്ട് ഗൈസ് നമ്മുടെ ഹുക്ക് ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഹുക്ക് ഗണ്ണ് എടുക്കുക ഇവനെ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഈ സ്നൈപ്പർ തന്നെയാണ്. ഓ ഗൈസ് മേളിലായിട്ട് എടുത്തല്ല ഗൈസ്, അത് ഡ്രോണാണ്. സ്ഥലത്ത് ഇല്ല. സൗണ്ട് കൊണ്ടൊക്കെ പോവുകയല്ലേ. ഏതോ ഒരുത്തം വരുന്നുണ്ട്. ഗണ്ണടി
സൂപ്പർ മെഡിക്കറ്റ് അത് അടിക്കണ്ട. അങ്ങോട്ട് പോകാൻ കഴിച്ചു. അപ്പം ഒരു എനിമീനെ കാണാം. അപ്പം നമുക്ക് അവൻ്റെ ഹെഡ് ഷോട്ട് അടിക്കാം. ഇവന് എന്താണ് കേൾക്കാത്തത്? അതാണ് നല്ലതെന്ന് തോന്നുന്നത്. അങ്ങോട്ട് പോകണേ. ഓക്കെ ലൈഫ് ലൈഫ് കണ്ട് ഇതിൻ്റെ പേരിൽ അങ്ങോട്ട് നമുക്ക് പോകാം ഗൈസ്. ബുക്കെടുത്ത് അങ്ങോട്ട് പോകാം. കൊന്നു ഗൈസ് അവനെ. നമുക്ക് അങ്ങോട്ട് ഹുക്കെടുത്ത് പോകാം ഗൈസ്. യൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഹുക്കിങ്ങനെ പോകും. ഈ ഗൈസ് ചത്തില്ലേ? ഓ അതല്ലേ അവിടെ നിർത്തൻ അടിച്ചിട്ട് കുഴപ്പമില്ല. ഒരാളൊക്കെ ഇല്ലെടുത്ത് കൂടി കൂടി അടിച്ചിട്ട് ഓക്കെ. നമ്മൾ 107 ലെവലായിട്ടുണ്ട് ബുയ്യ പാസിൻ്റെ അകത്ത്. നമ്മൾ 107 ലെവലായിട്ടുണ്ട്. ഓ ഗൈസ് ഇവിടെ നോക്കാണ് തോന്നുന്നു. ഇവിടെയൊക്കെ നോക്കാണ് ഗൈസ്. നമുക്ക് ഒരു ബുയ്യ പാസിൻ്റെ അകത്ത് 107ാമത്തെ ലെവലായിരിക്കും. നമ്മൾ 107ാമത്തെ ലെവലിലാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു സീരിയസും കാര്യങ്ങളൊക്കെ അറിയില്ല. അന്നെങ്കിൽ നമുക്ക് 2 കളി കളിച്ച് 2 കളി കളിച്ച് നമുക്ക് 2 കളി കളിച്ച് നമുക്ക് എമൗണ്ടും കാര്യങ്ങളും കിട്ടും. ക്ലൈംബ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയമണ്ടിലോട്ട് പോകാം. പക്ഷെ 2 കളി ജയിച്ചിരിക്കണം. നമ്മൾ കുറച്ചും കൂടെ കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതാവും. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലെവലപ്പാവും. ഡീജലൊക്കെ ഓറിയാണ് എൻ്റെ ഡീജലൊക്കെ സ്കിഡ് എന്ന് വിളിക്കുന്നത്.
അത്രേ ഉള്ളൂ. ഇവനെ എന്തായാലും കൊല്ലും. പിന്നെ ഗൈസ് ഇനിയാണ് നമ്മുടെ കളി. ഡെസേർട്ട് ഈഗിൾ. ഇപ്പൊ ലൂട്ട് വന്ന് വരും. ഓടിക്കോ. ഓക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. ഡെസേർട്ടിലും ഉണ്ട് ഗൈസ്. MP40 എടുക്കാം ഗൈസ്. MP40 ഡെസേർട്ടിലും വെച്ച് നമ്മൾ കളിക്കാൻ പോകും. ഫുൾ റെഡ് കയറുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഡെസേർട്ടിൽ വെച്ച് ഹെഡ് അടിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമ്മളിന്ന് ഡെസേർട്ടിലാണ് കളിക്കുന്നത്. ഡെസേർട്ടിൽ വെച്ച് ഹെഡ് അടിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് നോക്കാം. ഡെസേർട്ട് ഓടിക്കുന്നുണ്ട്. അതിനെ അടിച്ച് കേസ് DJക്കിൻ്റെ പവർ ഇട്ടുണ്ടാവും പോയി. നമുക്ക് താഴത്തായിട്ട് ഇട്ടുണ്ട്. അതിനെ നോക്കാക്കിയിട്ടുണ്ട്. ഡെസേർട്ടീക്ക് ഓക്കെ ഗൈസ്, ഒരു ഫുൾ റെഡി അവനെ കൂടെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. ഞാൻ ഹെഡ് അടിച്ചൂടെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അവനും ചത്ത് ഹെഡ് അടിച്ച് 105 ഹെഡ് അടിച്ചിട്ട് ഞാൻ ഡെസേർട്ടിൽ വെച്ച് ഹെഡ് അടിക്കാൻ പറഞ്ഞാണ്. പക്ഷെ ഞാൻ കേട്ടില്ല. എല്ലാം വണ്ടാപ്പ് കണ്ണാണ് എടുത്തിരിക്കുന്നത്. വണ്ടാപ്പിൻ്റെ MP40 മാത്രം വണ്ടാപ്പല്ല. MP40 ഡെസേർട്ടിൽ വണ്ടാപ്പ് വേണമെങ്കിൽ MP40 വെച്ച് വണ്ടാപ്പ് അടിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അടിക്കാമെന്നും അറിയത്തില്ല. ചില സമയത്തെ വണ്ടാപ്പൊക്കെ കയറി വരത്തുള്ളൂ. പക്ഷെ സ്നൈപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒളിച്ചിരുന്നാണെങ്കിൽ നമുക്ക് വണ്ടാപ്പ് അടിക്കാം. വേണമെങ്കിൽ ഡെസേർട്ടുകൾ വെച്ച് നമ്മൾ അടിച്ച് പൊട്ടിക്കും കഴിച്ചു. ഡെസേർട്ടുകളിലൊക്കെ പ്രാക്ടീസ് ഉണ്ട് കഴിച്ചു. നമ്മളെപ്പോഴും ട്രെയിനിങ് ഗ്രൗണ്ടിൽ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഡെസേർട്ടുകളൊക്കെ പ്രാക്ടീസ് ഓക്കെ. 1 നോക്കായിട്ടുള്ളൂ. ഒരുത്തൻ നോക്ക്. അപ്പത്തെ ടീം എല്ലാവരും നൂപന്മാരാണ്. അത് വേറെ കാര്യം. ഓക്കെ 1 നോക്ക്. ഒരു നോക്ക് അടിച്ചിട്ടുള്ളൂ. 7 ലൈഫിലാണ് നമ്മൾ കളിച്ചത്. അത്രേ ഉള്ളൂ. നമ്മൾ 7 ലൈഫിൽ കളിച്ച് 7 ലൈഫിൽ തന്നെ ജയിക്കുകയും ചെയ്തു. ഓക്കെ ഗൈസ്, അവനെ കൊന്നു ഗൈസ്. നമ്മൾ ബുയ്യ ഗൈസ്, ബുയ്യ. ഇപ്പം ഗോൾഡ് 4 ആണ് ഗൈസ്. നമ്മളല്ല MVP. ഇവനാണ് ഗൈസ്. ഒരു കളികൾ കളിച്ചാൽ
ഗോൾഡ് 4. ഗോൾഡ് 4 ആണ് guys. എന്നിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും ഗൈസ്. റെസ്പെക്റ്റ് എമൗണ്ട് കിട്ടും. അത് നമുക്ക് ക്ലൈംബ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊരു ടോക്കൺ നോക്കാം ഗൈസ്. ഒരു ബ്ലൂ വാളും കാര്യങ്ങളും. എമൗണ്ട് ഒന്നുമില്ല. ഓ ഗൈസ്, നമ്മുടെ കോബ്രയുടെ പിന്നെ ടോക്കണും കാര്യങ്ങളും. അത് നമുക്ക് വേണ്ട ഗൈസ്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ കേസ് നമ്മുടെ കാശില്ല. വെറുതെ എന്തിനാണ് ഗൈസ് ഈ ഗെയിമിന് വേണ്ടി കാശ് കളയുന്നത്? ഭ്രാന്താണ് ഒരു ഗെയിമിന് വേണ്ടി ഇത്ര കാശൊക്കെ കളയും. കുറച്ചും കൂടെ ആവണമെങ്കിൽ നമുക്ക് ഇത് കിട്ടുന്നതാണ്. 4 ടോക്കണും കൂടെ കിട്ടിയാൽ നമുക്ക് എടുക്കാം ഗൈസ്. ആദ്യം നമ്മുടെ കൂട്ടുകാരന്മാരെ കണ്ടോളാം. ഓ ഗൈസ്, നമുക്കൊരു സീസൺ കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അങ്ങോട്ട് ഓക്കെ ഗൈസ്, നമ്മളൊരു സീസൺ കാര്യങ്ങളും ഗൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഈ ക്ലീൻ കളിച്ച് കഴിഞ്ഞാൽ ഗോൾഡ് 4 ആക്കി എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്രൈം ചെയ്യാം. 2 ബുക്കും ഗൈസ്, 2 ബുക്കുണ്ട്. ഒരു മാക്സിമം ഒരു ഓറിയും ഗൈസ്. ഓ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് ഗൈസ്. നമുക്ക് നമുക്ക് സിമ്പിളായിട്ട് ബുള്ളി അടിക്കാൻ പറ്റിയാൽ മതി ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലൈംബ് ചെയ്യാൻ ഗൈസ്. അത് വേറെ കാര്യം. ഷോട്ട് ഗൺ ഗൈസ്, ഷോട്ട് ഗൺ എടുത്തിട്ടുണ്ട്. നോമാരുടെ തല പൊട്ടിയൊന്നും ഞാൻ പറയുന്നില്ല ഗൈസ്. എല്ലാവരും പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. പോകാം. ഗൈസ്, ഇവൻ്റെ കണ്ണിലൊക്കെ തീ. എൻ്റെ മോനെ ഓക്കെ പപ്പിയിടോ. ഓക്കെ, താങ്ക് യു ബ്രോ. കൊല്ലവനെ. ഓ ഗൈസ്, 1 vs 2 സീനാണ്. ഇവൻ മാത്രമേ ഉള്ളൂ ഗൈസ്. പ്രോ പ്ലെയർ ആയതുകൊണ്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഓ ഗൈസ്, എൻ്റെ മോനെ പുള്ളി. ഓ ചത്ത് ഗൈസ്. ഓ അവൻ അടിച്ച ഹെഡ് ഉണ്ടോ ഗൈസ്? ഫുൾ റെഡ് അടിച്ചു വിട്ടു. അടുത്തുള്ള ഈ കളി അങ്ങനെ എടുക്കാൻ ഫുൾ റെഡ് അടിച്ചു വിട്ടു ഗൈസ്. എൻ്റെ മോനെ ഫുൾ റെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് 100-ന് ഫുൾ റെഡ് അടിച്ചു കളഞ്ഞു. പ്രോ പ്ലെയർ തന്നെ ഗൈസ്. ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ക്യാമ്പ് ഫയറൊക്കെ കൊണ്ടിട്ട് പോകാം. ഓറിയുടെ പവറും കാര്യങ്ങളും കിട്ടുന്നത്. മുഗീസ് അവൻ നോക്കായി പൊട്ട. അവനെ കൊന്നു. ഓ ഗൈസ്, കണ്ട് അവിടെ. ഓ ഗൈസ്, അവനെ നോക്കാക്കിയ ഒറ്റടിക്ക് വണ്ടാപ്പിട്ട് അടിച്ചു ഗൈസ്. അവന് ഹെൽപ്പ് അപ്പ് ഗൈസ്. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? നമ്മളെ ഇപ്പൊ കൊന്നു. നമ്മൾ ഇറങ്ങണ്ടായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാൻ. ഡെസേർട്ടുകൾ മാറ്റിയൊന്ന് വുഡ്പിക്കർ ഡെസേർട്ടുകൾ ഇത് മതി. അവന്മാരെ ചട്ടിയിലിട്ട് വറക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ജയിക്കാൻ നമുക്ക് മാക്സിമം നമുക്ക് നോക്കണം. മാക്സിമം 6 മാക്സിമം നമുക്ക് നോക്കണം. ഇതിനകത്ത് നമുക്ക് ജയിച്ചേ പറ്റാത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്ലൈംബ് ചെയ്യാൻ കിട്ടത്തില്ല.
ഇതാണ് ഗൈസ് അവസ്ഥ. എല്ലാ സ്റ്റാറും കിട്ടും, അത് കഴിയുമ്പോൾ കുറേ പാടുപെട്ടിട്ടാണ് ഗൈസ് നമുക്കിത് കിട്ടുന്നത്. ഗൈസ് 2 നോക്ക്. ഗൈസ് ഒരുത്തന് മണ്ടാപ്പടിച്ചിട്ട് ഗൈസ്, നമ്മുടെ ഫ്രണ്ടിന് മണ്ടാപ്പടിച്ച് ഏതോ ഒരുത്തനിട്ട് ഗൈസ്. ഗൈസ് അവിടെ ഇട്ട് 2 vs 2 ആണ്. ആര് ജയിക്കും ഗൈസ്? ഒരുത്തൻ 1 vs 2 അല്ല 1 vs 2 ആണ് ഗൈസ്. ഇവനങ്ങോട്ട് അടിച്ച് കൊല്ലാം ഗൈസ്. ഇവനിങ്ങനെ വടിയാണ്. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. മതിയായില്ല ഗൈസ്. വെറുതെ ഇവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത് വുഡ്പിക്കറാണെങ്കിൽ സ്കോപ്പ് ചെയ്തെങ്കിലും അടിക്കാൻ. ഇതിൻ്റെ അകത്ത് എന്ത് സ്കോപ്പറാണ് ഗൈസ് ഉള്ളത്. ഒരു സ്കോപ്പ് ചെയ്തിട്ട് ഒറ്റ ഹെഡ് അടിച്ചാൽ മതി ഗൈസ്. TV കൊമ്മറുടെ കഥ. കുഴപ്പമില്ല. ഈ കളി നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. മേ ബി ജയിച്ചേക്കാം. എന്നാൽ ഭാഗ്യമുണ്ടെന്ന് ഞാൻ പറയാം ഗൈസ്. എന്നാൽ നല്ലതായിരിക്കും ജയിച്ചാൽ. ഇവനെ വേണം ടാർഗറ്റ് വെക്കാൻ. ഇവനെ അടിച്ച് കുത്തിക്കയറ്റാം ഗൈസ്. ഇവനാണ് ഇതിൻ്റെ അകത്ത് തലവൻ. ഇവനാണ് തലവൻ. ഇവനെ കൊല്ലണം. ഇവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. അല്ല പിന്നെ ഇവനാണ് തലവൻ. ഇനി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ഇവനാണ് എല്ലാവരെയും കൊല്ലുന്നത്. എന്നാൽ ചെറിയ പേടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇവന്മാരെ കൊല്ലുവാണ്. ഇവന്മാരവിടെ മെഡിസിറ്റടിക്കുന്നു ഗൈസ്. ഗൈസ് പറ്റില്ല. ഓടിക്കോ. ഫ്രണ്ട് വന്നു ഗൈസ്. ഫ്രണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമുക്ക് അവന്മാരുടെ ചെട്ടോടിക്ക് അടിച്ച് പൊട്ടിക്കാം. അതുകൊണ്ട് ലൈഫ് കിട്ടട്ടെ. ഗൈസ് കൊന്നു ബുയ്യടിച്ച അവന്മാർ. ആരാണ് MVP? മറ്റേ പ്രോ പ്ലെയർ അടിക്കുന്നത് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ. ഇനിയാണ് ഗൈസ് ഡയമണ്ട് 4 ആക്കാൻ കിടന്ന് പാടുപെടുന്നു. ഗോൾഡ് 4 ആക്കാൻ കിടന്ന് പാടുപെടുന്നു ഗൈസ്. എല്ലാ സ്റ്റാറും എനിക്കതെന്നാണ് ഈ പാടുപെടുന്നത്. ഗൈസ് ഒരു ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഗൈസ് ഈ കളി നമ്മൾ ജയിക്കണം. പ്രോ പ്ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസ് ഡിമിട്രിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ വെടി വെക്കാൻ അറിയാൻ പറ്റുമില്ല. പേശാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ട് ആണാണ് ഗൈസ്. ആണ് മറ്റേ രണ്ടവന്മാരില്ലേ പ്രോ പ്ലെയർ പറയാൻ കണക്കോ. ഒന്നിനും കളിക്കാൻ അറിയാൻ പാടില്ല. സാധനം കളിക്കാൻ അറിയാൻ പാടില്ല അവന്മാർക്ക്. അവന്മാർ വെറുതെ പോയിട്ട് ഒരു കില്ലൊക്കെ എടുക്കും. നേരത്തെ തന്നെ ഉണ്ടോ ഗൈസ് എനിമിയുടെ വായിച്ചെന്ന് കയറി കൊടുത്ത് നോക്കാൻ. അവൻ രക്ഷിക്കാൻ പോയ നമ്മളാണ് പൊട്ടന്മാർ. അവൻ രക്ഷിച്ചേം പോരാ, അവനെയും കൊല്ലി നമ്മളെയും കൊല്ലി. അതിനെക്കാട്ടിയും നല്ല നമ്മൾ ഒരു എനിമിനെയും കൊന്നിട്ടെങ്കിൽ ചാവുന്നതായിരുന്നു. അവന് ഹെൽപ്പപ്പ് ചെയ്യുകയും ചെയ്തു. ഒരു എനിമിനെ പോലും കൊല്ലാനും പറ്റില്ല അവന് ചാത്ത്. അല്ലെങ്കിൽ അവനെങ്കിലും ജസ്റ്റ് കൊല്ലണ്ടേ ഗൈസ്. എന്തോന്നറിയില്ല. പിന്നെ ഹയാട്ടോടെ പവർ പിടിച്ചിരുന്ന ഹയാട്ടോ മുതലാണ്. പുറകി ഇവ സമ്മതിക്കത്തില്ല. പുറകിനൊക്കെ വന്ന് അടിക്കുന്ന 2 vs 1 നോക്കാം. അല്ല 2 vs 3. ഈ കളി കഴിയുമ്പോൾ നമ്മളെന്തായാലും വീഡിയോയിൽ അവസാനിക്കുന്നതായിരിക്കും. പക്ഷേ ഗൈസ് ഇവന്മാരൊക്കെ പൊളിച്ചു.
അവരെ കില്ലെടുത്തിട്ടുണ്ട് ഗൈസ്. 1 vs 2. ഇവന്മാർ രണ്ടുപേരും പ്രോ പ്ലെയറാണ്. പണി നല്ല പോലെ പാടുന്ന സാധ്യതയുണ്ട് ഗൈസ്. അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചാൽ സൂക്ഷിച്ച് ജയിക്കാം. അവന്മാർ അപ്പുറത്തെ ടീമിൽ രണ്ടുപേരും പ്രോ പ്ലെയറാണ്. സൂക്ഷിച്ച് കളിച്ചാൽ മതി ഗൈസ്. ഇവന്മാർ രണ്ടുപേരും കൂടെ വന്ന് ഇവൻ ചാകും. ഒരാളെ വെച്ച് കിട്ടുവാണെങ്കിൽ ഇവൻ മാനേജ് ചെയ്യുന്ന ഒരാളെ കിട്ടി. ഓക്കെ ഗൈസ്, ഒരാളെ വെച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം ഗൈസ്. കണ്ടാ 1 vs 1. ഇനി യെസ് ഗൈസ്, യെസ് വിന്നായിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഒരാൾ വെച്ച് ഗൈസ് അവനെ കൊല്ലുന്നു. ഗൈസ് ഒരാൾ വെച്ച് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. അവന്മാരൊക്കെ പൊട്ടന്മാരായതുകൊണ്ടാണ് ഗൈസ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് സിമ്പിളായിട്ട് ആ ഡിമിട്രീനെ തീർക്കാവുന്നേ. പക്ഷെ അവന്മാർക്ക് ബുദ്ധിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്മാർ രണ്ടുപേരും കൂടെ വന്നിരുന്നെങ്കിൽ നമ്മൾ തോറ്റേനെ ഗൈസ്. പക്ഷെ അവന്മാർ പൊട്ടത്തരം കാണിച്ച്, അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ജയിച്ചത്. അവർക്ക് എന്തായാലും ജയിച്ചോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പുറത്ത് നമ്മുടെ ടീമിൽ ഒരു നോക്ക്, അവന്മാരുടെ ടീമിൽ ഒരു നോക്ക്. അപ്പുറത്തൂടെ ചെന്നിട്ട് അവനെ ആ പെണ്ണിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കൊല്ലങ്ങോട്ട് നല്ലവന്. ഗൈസ് നമ്മളെ നോക്കടിച്ച്. പക്ഷെ അവനാ കൃത്യ സമയത്ത് തന്നെ ലൈഫ് കുറഞ്ഞ സമയത്ത് നമ്മൾ മാനേജ് ചെയ്തേനെ. നമ്മൾ മാനേജ് ചെയ്തു. നമ്മൾക്ക് കളി മനസ്സിലായിരുന്നു. ഇവനെന്തിനാണ് കേസ് വെറുതെ ബുള്ളറ്റാണ് പ്രാന്തൻ. പിന്നെ നമുക്ക് വേക്കം കിട്ടാൻ പോവാണ് കേസ്. DJ ലക്കിൻ്റെ ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേസ്. ഒരു ഷോർട്ടായിട്ട് ആ വീഡിയോ ആയിട്ട് അങ്ങനെയെങ്കിലും ഇടുന്നതായിരിക്കും കേസ്. അപ്പം എല്ലാവരും എന്തുവാ കേസ് മാറ്റാതെ നല്ല കാണുക കേസ്. ഓക്കെ കേസ്, ഒരുത്തൻ നോക്ക് അപ്പുറത്തെ ടീമിൽ. ഒരുത്തൻ ചത്തോട്ടുണ്ട് കേസ് അപ്പുറത്തെ ടീമിൽ. നമ്മുടെ ടീമിൽ ഒരുത്തൻ പോലും ചത്തോട്ടില്ല. ഓക്കെ കേസ്, പിന്നെ ഒരു 2 നോക്ക് കേസ് നമ്മൾ തന്നെ ജയിച്ചു. ഒരുത്തൻ തീർന്നിട്ടുണ്ട്. ഈ ഒരുത്തനെ കണ്ടുപിടിക്കാനാണ് പാട് കേസ്. ദേണ്ടിരിക്കുന്നു കൊന്നു കേസ്. ഓക്കെ കളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കളി ജയിച്ചാൽ നല്ല ആഗ്രഹമുണ്ട് ജയിക്കാറുണ്ട്. ഓക്കെ ബി ഗുഡ് ദ ഊറിയോൺ പവർ. വിൻ സൂ ഗൈസ്. ഇവനാണ് അടുത്ത് കളി എടുത്തിരിക്കുന്നത്. സ്നൈപ്പർ MP14 മാറ്റിയിട്ട് സ്നൈപ്പർ എടുക്കാൻ സ്നൈപ്പർ എടുക്കാം. എന്നിട്ട് വളരെ തല അടിച്ചു പൊട്ടിയാൽ
ഗൈസ് നമ്മൾ ഇതിലാണ് ഗൈസ്. ഒറ്റ നോക്ക്. അയ്യോ ഗൈസ് 3 നോക്കാം. സീൻ വിജയിച്ചു വിജയ. ഓ ഗൈസ് നമുക്ക് ഫൈനലി എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഗൈസ്. ഓ ഗൈസ് ഫൈനലി ഗോൾഡ് ഫോർ യെസ് ഗൈസ്. എമൗണ്ട് കിട്ടി ഗൈസ്, അത് മതി. നമ്മുടെ എമൗണ്ട് ലിസ്റ്റ് 2 എമൗണ്ട് ഗൈസ്. ഓ യെസ് ഗൈസ്, yes we got guys finally our 119 ലെവലായി ഗൈസ്. നമ്മൾ ബുയ്യാപ്പാസിൻ്റെ അകത്ത് റാങ്ക് അപ്പ് ആയിട്ട്. ഓ ഗൈസ് നമ്മൾ ഒരു കളി കൂടെ കളിച്ചാൽ ലെവലപ്പാകുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു ലോൺ ഓഫും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെവലപ്പാക്കാം. അതിന് മുമ്പേ നമ്മുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലൈംബ് ചെയ്ത് വെച്ചേക്കും ഗൈസ്. ഓ ഗൈസ് ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണം ഗൈസ്. നമുക്ക് നേരെ എമൗണ്ടിൻ്റെ അങ്ങോട്ട് പോകാം ഗൈസ്. we are guys finally നമ്മുടെ എമൗണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഗൈസ് ഫൈനലി നമുക്ക് ലാപ്പ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് അങ്ങനെ നമ്മുടെ എമൗണ്ട് ലിസ്റ്റ് 2 എമൗണ്ട് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഒരു ലോൺ ഓഫും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ലെവലപ്പ് ആക്കിയിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം ഗൈസ്. ലോൺ ഓഫ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ഈ മാച്ചിനുള്ള ഹെഡ് ചെയ്തിട്ട് നോക്കാൻ പറ്റും. എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ്. ഇപ്പം നമുക്ക് സന്തോഷമായി ഗൈസ്. നമ്മുടെ എമൗണ്ട് ലിസ്റ്റ് ഫൈനലി ഗൈസ് നമ്മൾ 2 എമൗണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഓ ഗൈസ് ഇത്ര ദിവസമായെന്നറിയാം ഗൈസ്. അയ്യേ ഊച്ചാളി. അപ്പം ഇവൻ ന്യൂബായിരിക്കും ഗൈസ്. ഒന്നെങ്കിൽ ന്യൂബ് അന്നെങ്കിൽ ഇവൻ എന്തായാലും ഇവൻ പൊട്ടനാണ്, അത് ഉറപ്പാ. ഫയർ വട്ടനാണെന്ന് നമ്മളെ ഫയർ അടുത്ത് വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ സ്കൂളിൽ എന്ത് പൊട്ട കണ്ണൊക്കെയാണ് പൊട്ടി. ഫയർ കണ്ടാൽ അടുത്തോട്ട് ഒന്നും ചെയ്യാം, അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ദൂരത്ത് സ്കോപ്പ് ചെയ്തടിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഹെഡ് ഷോട്ട് നമുക്ക് ഒരെണ്ണം കൊടുക്കാം. ഓക്കെ ഓക്കെ സിൻ നമ്മുടെ ചാൻസാണ്. XMB സ്നൈപ്പർ. നേരെ അവൻ എന്തായാലും സ്റ്റക്കായിരിക്കും. സ്റ്റക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നൂപ്രാങ്ക് ആയിരിക്കും. എന്നാലും ഞങ്ങൾ അടിച്ചിട്ടിരിക്കും, ഉറപ്പാണ്. സ്നൈപ്പർ വെച്ച് തലയടിച്ച് പൊട്ടിക്കണം. ഇവിടെ നിന്ന് അടിച്ചിടാം ഗൈസ്. തലയടിച്ച് പൊട്ടിച്ചു ഗൈസ്. അല്ല പിന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ട് ഗൈസ്. തലയടിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഗൈസ് നമുക്കിതൊരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് എടുക്കാം ഗൈസ്. നമുക്ക് ഇത് ലോൺ ഓഫ് ആയിട്ട് എടുക്കണ്ട. ഇവ സ്റ്റക്കായതുകൊണ്ട് ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് എടുത്താൽ മതി ഗൈസ്. ലോൺ ഓഫ് ആയിട്ടൊന്നും എടുക്കണ്ട ഗൈസ്. ഓ ഗൈസ് ഈ പ്രാവശ്യം അവൻ ഗണ്ണും പിടിച്ചാണ് നിൽക്കും. പക്ഷേ നമ്മളടുത്ത് കളിച്ചിട്ട് കാര്യമില്ല. നമുക്കിതൊരു ട്രെയിനിങ് ഗ്രൗണ്ടായിട്ട് എടുക്കാം ഗൈസ്. അതൊരു പ്രതിമയാണെന്നും വിചാരിച്ച് നമുക്ക് എടുക്കാൻ കഴിയും. ഈ കളി അവൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അവൻ എടുക്കാൻ പറ്റത്തില്ല. അടിച്ചിട്ടിരിക്കും ഗൈസ്. അവൻ ഇനി 5 കളി എടുക്കാൻ പറ്റും. അവൻ വിചാരിച്ച് വലിയ പ്രോ പ്ലെയർ ആയിരിക്കും, പക്ഷെ എടുക്കാൻ പറ്റത്തില്ല. നോക്കാം ഗൈസ് അവൻ പ്രോ പ്ലെയർ ആണ്, പക്ഷെ അവൻ ഇനി എടുക്കാൻ പറ്റത്തില്ല. പ്രാങ്കും കാര്യങ്ങളും ചെയ്യാൻ വന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതെ 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 അത് അല്ലേ സ്റ്റെക്കാരന് സത്യത്തിൽ ലെവലപ്പായി കാണും ചിലപ്പോൾ. കേസ് ലെവലപ്പായി മുഴിയടിച്ച ലെവലപ്പാകും കേസ് ഉറപ്പാണ്. നോക്കാം ലെവലപ്പായി ലെവൽ 28ാമത്തെ ലെവൽ എന്ത് കിട്ടും? അയ്യേ
സാധനമാണ് കിട്ടിയത്. ഗൈസ് ഇത്ര നേരം കളിച്ചിട്ട് ഈ ഉണക്ക സാധനം ഇങ്ങനെ തന്നു പറ്റിച്ച് നമ്മളാ. ഓക്കെ ഈ വീഡിയോയുടെ അവസാനിച്ച് അടുത്ത വീഡിയോ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.